വെൽക്കം ടു ദ AI ക്ലാസ്. അപ്പം H3 BTech AI ആൻഡ് ML എന്ന സബ്ജക്റ്റിന്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ മൊഡ്യൂളിന് രണ്ട് പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ML പാർട്ടും ഒന്ന് AI പാർട്ടും. അപ്പം ആദ്യത്തെ AI-യുടെ പാർട്ടാണ് ഇത് വരുന്നത്. ഇത് ഇത്രയും ആദ്യത്തെ എന്താണ് AI പാർട്ടാണ് ഇത് വരുന്നത്. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് മെഷീൻ ലേണിംഗ് അഥവാ ML എന്ന് പറയുന്ന പാർട്ട് വരുന്നത്. അപ്പം ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 2 ആയിട്ടുള്ള ML-നെ കുറിച്ചാണ്. അപ്പം ഓക്കെ, ML-നെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ വരുന്ന ടോപ്പിക്കാണ് വാട്ട് ഈസ് മെഷീൻ ലേണിംഗ്. അപ്പം മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന സബ്സെറ്റ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നോൺ ആസ് മെഷീൻ ലേണിംഗ് ഫോക്കസസ് primarily on the creation of algorithm that enables a machine to automatically learn from data, improve performance from experience and predict things. മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു സബ്സെറ്റ് ആണ്. അതിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ക്രിയേഷൻ ഓഫ് അൽഗോരിതം ആണ് അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ that enables a machine to automatically learn from data, improve performance from experience and predict things. The term machine learning was coined by Arthur Samuel in 1959. 1959 ആർത്തർ സാമുവൽ ആണ് ആദ്യമായി മെഷീൻ ലേണിംഗ് കോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു സെന്റൻസ് ഓക്കെ ആണല്ലോ. എന്ന് പറയുന്നത് സബ്സെറ്റ് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ. അത് എന്താണ് അൽഗോരിതം, ക്രിയേഷൻ ഓഫ് അൽഗോരിതം എനേബിൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി ഡേറ്റയിൽ നിന്നും ലേൺ ചെയ്യാൻ മെഷീനെ എനേബിൾ ചെയ്യുന്നുണ്ട്. അത് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുകയും എക്സ്പീരിയൻസസിൽ നിന്നും അവർ എന്ത് ചെയ്യുന്നു കൂടുതൽ പഠിക്കുകയും അത് ഫ്യൂച്ചറിൽ കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ അവരെ എന്ത് ചെയ്യുന്നുണ്ട് ഈസി ആക്കി അല്ലെങ്കിൽ എനേബിൾ ചെയ്യുന്ന അതിനുള്ള കപ്പാസിറ്റി വരുത്തുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് മെഷീൻ ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെഷീൻ ലേണിംഗ് ഇസ് എ സബ് ഫീൽഡ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ പറഞ്ഞു. പിന്നെ ദ ഗോൾ ഓഫ് മെഷീൻ ലേണിംഗ് ജനറലി ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രക്ചർ ഓഫ് ദ ഡേറ്റ. ആ ഡേറ്റയുടെ സ്ട്രക്ചർ മനസ്സിലാക്കാനും ആൻഡ് ഫിറ്റ് ദ ഡേറ്റ, എന്നിട്ട് ആ ഡേറ്റയെ മോഡൽസിലേക്ക് ഫിറ്റ് ചെയ്യാനും. ഇതാണ് ഇവരുടെ എന്തെന്ന് പറയുന്നത് ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, മെഷീൻ ലേണിംഗ് ഫോക്കസസ് ഓൺ ദ ഡെവലപ്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ദാറ്റ് ക്യാൻ ആക്സസ് ഡേറ്റ ആൻഡ് യൂസ് ഇറ്റ് ലേൺ ഫോർ ദംസെൽസ്. ഓക്കെ, മെഷീൻ ലേണിംഗ് ഫോക്കസ് ചെയ്യുന്നത് ഡെവലപ്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് ഡെവലപ്മെന്റിനും അത് അവർക്ക് എന്ത് ചെയ്യാൻ ഡേറ്റയ്ക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ക്യാൻ ആക്സസ് ഡേറ്റ ആൻഡ് യൂസ് ഇറ്റ് ലേൺ ഫോർ ദംസെൽസ്. അവർക്ക് പോലും എന്താണ് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ, അവർക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ ഡെവലപ്പ് ചെയ്ത് വെച്ചേക്കുന്നു. അപ്പം ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് വേഴ്സസ് മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഡേറ്റയും പ്രോഗ്രാമിംഗ് കൊടുക്കണം. അപ്പം നമ്മൾ ലാബിൽ പോയിട്ട് എങ്ങനെയാ ഡേറ്റ നമ്മൾ കൊടുക്കുന്നു, പ്രോഗ്രാം നമ്മൾ കൊടുക്കുന്നു, നമുക്ക് ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, ഡേറ്റ ഉണ്ട്, പ്രോഗ്രാം കൊടുക്കുന്നു, നമുക്ക് എന്ത് കിട്ടുന്നു ഔട്ട്പുട്ട് കിട്ടുന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ് കിട്ടുന്നത് പ്രോഗ്രാം ആണല്ലേ കിട്ടുന്നത്, പ്രോഗ്രാം ആണ് കിട്ടുന്നത്. അപ്പൊ കൊടുക്കുന്ന എന്താണ് ഡേറ്റയും അതുപോലെ തന്നെ ഔട്ട്പുട്ടും കൊടുക്കും. എന്തിലേക്ക് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കും. അപ്പം കിട്ടുന്ന എന്താണ് പ്രോഗ്രാം. അപ്പൊ ഇവിടെ ട്രഡീഷണൽ നമ്മൾ സാധാരണ ആലോചിച്ചാൽ മതി, ഡേറ്റയും പ്രോഗ്രാമും കൊടുക്കുന്നു, ഔട്ട്പുട്ട് കിട്ടുന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ടും ഡേറ്റയും കൊടുക്കും. ഇപ്പൊ നമ്മളിപ്പോ ChatGPT-യുടെ നമ്മൾ ഔട്ട്പുട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും, പക്ഷെ അവർക്ക് നമുക്ക് പ്രോഗ്രാം തരണം അല്ലെ. പ്രോഗ്രാം നമുക്ക് വേണമെങ്കിൽ എവിടെ ചോദിക്കും, നമ്മള് ChatGPT-യോട് ചോദിക്കത്തില്ലേ. അതുപോലെ ആലോചിച്ചാൽ മതി. മെഷീൻ ലേണിംഗിൽ കമ്പ്യൂട്ടറിന് നമ്മൾ ഡേറ്റയും ഔട്ട്പുട്ടും കൊടുക്കുന്നുണ്ട്, അവിടെ നിന്ന് കിട്ടുന്നത് പ്രോഗ്രാമിന്റെ മെയിൻ ഡിഫറൻസ് ആണ് ഇത് തമ്മിലുള്ള. ഈ ഒരു പടം വരച്ചിട്ട് 4 പോയിന്റ്സ് എഴുതി വെക്കുന്ന നമ്മൾ ഫുൾ മാർക്ക് കിട്ടും. അപ്പം ട്രഡീഷണൽ പ്രോഗ്രാമിങ്ങും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇപ്പം ഇൻസ്ട്രക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലിസിറ്റ് റൂൾസ് ആൻഡ് ലോജിക്. എക്സ്പ്ലിസിറ്റ് റൂൾസ് ആൻഡ് ലോജിക്, ഇവിടെ നമ്മൾ ഇംപ്ലിസിറ്റ് റൂൾസ് ആൻഡ് ലോജിക് എന്ന് പറയാൻ പറ്റും. ഇവിടെ മെഷീൻ ലേണിംഗിൽ ലേൺസ് പാറ്റേൺസ് ഫ്രം ഡേറ്റ. ഡേറ്റയിൽ നിന്നാണ് ഒരു പാറ്റേൺസ് പഠിക്കുന്നത് അല്ലെ. ഡേറ്റയിൽ നിന്നൊരു പാറ്റേൺസ് പഠിക്കും. മറ്റിടത്ത് എന്താണ് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള എന്താണ് റൂൾസും ലോജിക്സും അവർക്കുണ്ട്. അവരുടേതായിട്ടുള്ള കുറച്ച് റൂൾസും ലോജിക്സും അത് ഫോളോ ചെയ്യണം അല്ലെ. ഇപ്പൊ ഡേറ്റ ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ട്രഡീഷണൽ എന്ന് പറയുമ്പോഴത്തേക്കും സ്ട്രക്ചേർഡ് ആണ്, പ്രഡിക്റ്റബിൾ ആണ്. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും ഈ ഡേറ്റ എന്തായിരിക്കും, നമുക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് എന്താണെന്നൊക്കെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ മെഷീൻ ലേണിംഗിൽ ഡേറ്റ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് ലാർജ് ആണ്, കുറച്ച് വലുതാണ്. ഇവിടെ സ്ട്രക്ചേർഡ് ആണ്, അവിടെ ലാർജ് ആണ്. ഓഫൺ അൺസ്ട്രക്ചേർഡ് ഡേറ്റ ആണ്, ഇവിടെ സ്ട്രക്ചേർഡ് ആണ്. മെഷീൻ ലേണിംഗ് അൺസ്ട്രക്ചേർഡ് ആണ്. ഔട്ട്കം പ്രഡിക്റ്റബിലിറ്റി എന്ന് പറയുന്നത് ഓൾവേസ് ദ സെയിം റിസൾട്ട് ഫോർ സെയിം ഇൻപുട്ട്. നമ്മൾ കൊടുക്കുന്ന
റിസൾട്ട് എന്ന് പറയുന്നത് സെയിം എല്ലാ എന്താണ് ഇൻപുട്ട് എന്തായിരിക്കും സെയിം ആയിരിക്കും സെയിം റിസൾട്ടിന്റെ പ്രഡിക്ഷൻ മേ വേരി ആസ് മോഡൽ അഡാപ്റ്റ്സ് ടു ന്യൂ ഡേറ്റ പുതിയ ഡേറ്റയിൽ മോഡൽ അഡാപ്റ്റ് അനുസരിച്ച് അവർക്ക് എന്തായിരിക്കും പ്രഡിക്ഷൻസിൽ വേരി ചെയ്യാം ഓക്കെ ഇനി ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ടു പ്രീ ഡിഫൈൻഡ് കണ്ടീഷൻസ് ആണ് ലിമിറ്റഡ് ടു പ്രീ ഡിഫൈൻഡ് അവരുടെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ ലിമിറ്റഡ് ആണ് ട്രഡീഷണൽ പ്രോഗ്രാമിൽ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് മറ്റത് അഡ്ജസ്റ്റ് ബേസ്ഡ് ഓൺ ന്യൂ ഡേറ്റ പുതിയ ഡേറ്റ അനുസരിച്ച് അവർ എന്ത് ചെയ്യുന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതായത് സെൽഫ് ഇംപ്രൂവിംഗ് ആണ് അവര് പിന്നെ ഡെവലപ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് ലീനിയർ ആണ് അപ്പം എങ്ങനെയാണ് റൈറ്റ് ഡീബഗ് ഡിപ്ലോയ് മറ്റിടത്ത് നമ്മൾ ഐറ്ററേറ്റീവ് ആണ് ട്രെയിൻ ഇവാലുവേറ്റ് ട്യൂൺ റീട്രെയിൻ ട്രെയിൻ ചെയ്യുക ഇവാലുവേറ്റ് ചെയ്യുക അതായത് ട്രെയിൻ നമ്മൾ എന്താ ട്രെയിൻ ചെയ്യിപ്പിക്കുക ഇവാലുവേറ്റ് ചെയ്യുന്ന പറയുന്നത് എന്താണ് അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കല്ലേ അവരുടെ എങ്ങനെയാണ് അവരുടെ പെർഫോമൻസ് ഇവാലുവേഷൻ ഓക്കെ ഇവാലുവേറ്റ് പിന്നെ ട്യൂൺ അതും ഇവാലുവേഷൻ പോലൊരു ടേം വരുന്നതാണ് ട്യൂൺ എന്ന് പറയുന്നത് പിന്നെ അവര് റീട്രെയിൻ ചെയ്യും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവര് പിന്നെ എന്ത് ചെയ്യുക റീട്രെയിൻ ചെയ്യുക അങ്ങനെയാണ് ML ഐറ്ററേറ്റീവ് പ്രോസസ് നടക്കുന്നത് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് പ്രോസസ് നടക്കുന്നത് മറ്റിടത്തെന്ന് പറയുമ്പോൾ ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ റൈറ്റ് ഡീബഗ് ഡിപ്ലോയ് റൈറ്റ് ചെയ്യുന്നു ഡീബഗ് ചെയ്യുന്നു അല്ലെ ഡിപ്ലോയ് ചെയ്യുന്നത് പ്രോസസ്സിലേക്ക് കൊടുക്കുന്നു ട്രാൻസ്പെറൻസി എന്ന് പറയുമ്പോഴത്തേക്കും ഈസി ടു ട്രേസ് ആൻഡ് ഡീബഗ് ആണ് ഡീബഗ് ചെയ്യാനും ട്രേസ് ചെയ്യാനും എളുപ്പമാണ് ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ പക്ഷെ ML വരുമ്പോഴത്തേക്കും അത് ഒപ്പേക്ക് ആണ് നമുക്ക് അത്ര എന്താണ് സുതാര്യമല്ല ഒപ്പേക്ക് ആണ് അവിടെ മറ്റിടത്ത് ഈസി ടു ട്രേസ് ആൻഡ് ഡീബഗ് ആണെങ്കിൽ ഇവിടെ ഒപ്പേക്ക് ആണ് ഓഫോൺ നീഡ്സ് എക്സ്പ്ലെയിനബിൾ എയുടെ എന്ത് വരുന്നുണ്ട് ആവശ്യം വരുന്നുണ്ട് പിന്നെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ബെസ്റ്റ് ഫോർ സിമ്പിൾ വെൽ ഡിഫൈൻഡ് ടാസ്ക് ആണ് ട്രഡീഷണൽ അല്ലെങ്കിൽ ബെസ്റ്റ് ഫോർ കോംപ്ലക്സ് ഡേറ്റ റിച്ച് ടാസ്ക് കോംപ്ലക്സ് ആണ് ML സിമ്പിൾ ആണ് ഇവിടെ ട്രഡീഷണലില് അപ്പം ഈസി അല്ലേ എക്സ്പ്ലിസിറ്റ് ആണ് ഇംപ്ലിസിറ്റ് റൂൾസ് ആൻഡ് ലോജിക് സ്ട്രക്ചേർഡ് അൺസ്ട്രക്ചേർഡ് സെയിം റിസൾട്ട് സെയിം ഇൻപുട്ട് പ്രഡിക്ഷൻസ് വേരി ചെയ്യും ലിമിറ്റഡ് ടു പ്രീ ഡിഫൈൻഡ് കണ്ടീഷൻസ് അഡ്ജസ്റ്റ് ബേസ്ഡ് ഓൺ ന്യൂ data self improving linear write debug deploy train evaluate tune retrain easy to trace and debug can be opaque often needs explainable AI best for simple well defined task and best for complex data rich task any features of machine learning ആണ് മെഷീൻ ലേണിംഗ് യൂസസ് ഡേറ്റ ടു ഡിറ്റക്ട് വേരിയസ് പാറ്റേൺസ് ഇൻ എ ഗീവൺ ഡേറ്റ സെറ്റ് അപ്പോൾ ഒരു തന്നിരിക്കുന്ന ഗീവൺ ഡേറ്റ സെറ്റ്സിൽ എന്താണ് വേരിയസ് പാറ്റേൺസ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് മെഷീൻ ലേണിംഗ് യൂസ് ചെയ്യുന്നു ഡേറ്റ ടു ഡിറ്റക്ട് വേരിയസ് പാറ്റേൺസ് തന്നിരിക്കുന്ന ഒരു ഡേറ്റ സെറ്റിൽ എന്തൊക്കെ പാറ്റേൺ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഇറ്റ് ക്യാൻ ലേൺ ഫ്രം പാസ്റ്റ് ഡേറ്റ ആൻഡ് ഇംപ്രൂവ് ഓട്ടോമാറ്റിക്കലി ഇവർക്ക് പാസ്റ്റ് ഡേറ്റയിൽ നിന്നും പഠിക്കാനും അതുപോലെ തന്നെ സെൽഫ് ഇംപ്രൂവിംഗ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അവർക്ക് സ്വയം ഇംപ്രൂവ് ചെയ്യാനും പറ്റുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഈസ് എ ഡേറ്റ ഡ്രിവൺ ടെക്നോളജി ഇത് ഡേറ്റ ഡ്രിവൺ ആയിട്ടുള്ള ടെക്നോളജിയാണ് അല്ലെ ഡേറ്റയാണ് ഇവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ ഡേറ്റ ഡ്രിവൺ ടെക്നോളജിയാണ് മെഷീൻ ലേണിംഗ് ഈസ് മച്ച് സിമിലർ ടു ഡേറ്റ മൈനിങ് ആസ് ഇറ്റ് ഓൾസോ ഡീൽസ് വിത്ത് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് ദ ഡേറ്റ ഇവിടെ ഡേറ്റ ലേണിംഗ് എന്ന് പറയുന്നത് ഡേറ്റ മൈനിങ്ങുമായിട്ടും കുറച്ച് സിമിലർ ആണ് കാരണം എന്താണ് ഇവര് കുറെ അധികം ഡേറ്റാസുമായിട്ടാണ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഡീൽ ചെയ്യുന്നത് ഓക്കെ ഡിസ്ക്രൈബ് ദ വേരിയസ് ഫോംസ് ഓഫ് ലേണിംഗ് അപ്പം അറ്റ് എ ബ്രോഡ് ലെവൽ മെഷീൻ ലേണിംഗ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 ടൈപ്സ് സൂപ്പർവൈസ്ഡ് അൺസൂപ്പർവൈസ്ഡ് ആൻഡ് റീഇൻഫോഴ്സ്മെന്റ് അപ്പം നമ്മുടെ മെഷീൻ ലേണിംഗിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും മെഷീൻ ലേണിംഗിനെ സൂപ്പർവൈസ്ഡ് അൺസൂപ്പർവൈസ്ഡ് റീഇൻഫോഴ്സ്മെന്റ് അപ്പം ആദ്യം നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിംഗ് നോക്കാം അല്ലെ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത് സൂപ്പർവൈസ്ഡ് ലേണിംഗ് in supervised learning sampled labeled data ഇപ്പൊ ലേബിൾഡ് ഡേറ്റ എന്ന് പറയുന്ന ടേം കണ്ടോ അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും ഉള്ളത് ഇൻപുട്ടും ഔട്ട്പുട്ടും ഉള്ള ഡേറ്റയാണ് നമ്മൾ എന്ന് പറയുന്നത് ലേബിൾഡ് ഡേറ്റ എന്ന് പറയുന്നത് മറക്കരുത് ആ പ്രൊവൈഡഡ് ടു ദ മെഷീൻ ലേണിംഗ് സിസ്റ്റം ഫോർ ട്രെയിനിങ് അപ്പൊ നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ ഉള്ള ഒരു ഡേറ്റയാണ് സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യാൻ കൊടുക്കുന്നത് ട്രെയിനിങ്ങിന് വേണ്ടി കൊടുക്കുന്നത് ആൻഡ് ദ സിസ്റ്റം ദെൻ പ്രെഡിക്ട് ദ ഔട്ട്പുട്ട് ബേസ്ഡ് ഓൺ ദ ട്രെയിനിങ് ഡേറ്റ നമ്മൾ കൊടുത്ത ട്രെയിനിങ് ഡേറ്റയുടെ ആ അതനുസരിച്ച് ആ ഡേറ്റയുടെ ഇതനുസരിച്ച് എന്ത് ചെയ്യുക അവര് നമ്മൾ കൊടുക്കുന്ന എന്താണ് നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് അവരെന്ത് ചെയ്യും പ്രെഡിക്ട് ചെയ്ത് ആൻസർ തരും അപ്പൊ ദ സിസ്റ്റം യൂസസ് ലേബിൾഡ് ഡേറ്റ ടു ബിൽഡ് എ മോഡൽ ദാറ്റ് അണ്ടർസ്റ്റാൻഡ്സ് ദ ഡേറ്റ സെറ്റ്സ് ആൻഡ് ലേൺ അബൌട്ട് ഈച്ച് വൺ
അപ്പം അവരൊരു സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലേബലിന്റെ ഡേറ്റ ഉപയോഗിച്ച് എന്ത് ബിൽഡ് എ മോഡൽ ദാറ്റ് അണ്ടർസ്റ്റാൻഡ് ദ ഡേറ്റ സെറ്റ്സ് ആൻഡ് ലേൺ ഫ്രം ഈച്ച് വൺ. ആഫ്റ്റർ ദ ട്രെയിനിങ് ആൻഡ് പ്രോസസിംഗ് ആർ ഡൺ, വി ടെസ്റ്റ് ദ മോഡൽ വിത്ത് സാമ്പിൾ ഡേറ്റ ടു സീ ഇഫ് ഇറ്റ് ക്യാൻ ആക്യുറേറ്റ്ലി പ്രെഡിക്ട് ദ ഔട്ട്പുട്ട്. ഇവാലുവേഷൻ നടത്തും അല്ലെ. നമ്മളിപ്പോൾ ട്രെയിനിങ്ങും പ്രോസസിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ സാമ്പിൾഡ് ഡേറ്റ, ഒരു സാമ്പിൾ ഡേറ്റ കൊടുത്തിട്ട് അവരെ ഇവാലുവേറ്റ് ചെയ്യും. അവര് ആക്യുറേസി പ്രിഡിക്ട് ചെയ്യാൻ വേണ്ടി അവർ കറക്റ്റ് ആയിട്ട് പ്രിഡിക്ട് ചെയ്യുന്നു. അപ്പം സൂപ്പർവൈസ്ഡ് ലേണിംഗിലെ ഫിഗർ ആണ്. ഇപ്പൊ നമ്മൾ 2 പോയിന്റ് പഠിച്ചു. എന്താണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്? ലേബിൾഡ് ഡേറ്റ ആണ് കൊടുക്കുന്നത്. നമ്മൾ ട്രെയിൻ ചെയ്യാനുള്ള ഡേറ്റ കൊടുക്കുന്നു. അതിന് ട്രെയിനിങ്ങിന് ശേഷം ഇവാലുവേഷന് വേണ്ടി ഒരു സാമ്പിൾ ഡേറ്റ കൊടുത്തിട്ട് അവരുടെ ആക്യുറേസി അറിയാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. ട്രെയിനിങ്ങും പ്രോസസ്സിങ്ങും നടന്നതിന് ശേഷം പിന്നെ നമ്മൾ ഈ ഒരു ഫിഗറും കൂടെ വരയ്ക്കും വെച്ചിട്ട് 2 കാറ്റഗറീസ് ഓഫ് അൽഗോരിതംസ് ഉണ്ട് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. അതും കൂടെ എഴുതുമ്പോൾ നമുക്ക് സൂപ്പർവൈസ്ഡ് ലേണിംഗ് കംപ്ലീറ്റ് ആവും. അപ്പൊ സൂപ്പർവൈസ്ഡ് ലേണിംഗിനകത്ത് ഇൻപുട്ട് റോ ആയിട്ടുള്ള ഡേറ്റ സൂപ്പർവൈസ്ഡ് ഉണ്ട്, ട്രെയിനിങ് ഡേറ്റ സെറ്റ് ഉണ്ട്, ഡിസൈർഡ് ഔട്ട്പുട്ട് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു അൽഗോരിതം ഉണ്ട്, പിന്നെ ഇവിടെ ഒരു പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടുന്ന ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇതിനകത്ത് നിന്ന് നമ്മൾ എല്ലാം ഓരോന്നിനും ഓരോ ഗ്രൂപ്പ്സ് ആയിട്ട് മാറ്റിയില്ലേ. സർക്കിൾ ആക്കി, ട്രയാങ്കിൾ ആക്കി, കളർ ബേസ് സ്ക്വയറിനെ മാറ്റി. അപ്പൊ ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. ഇവിടെ അതായത് ഇൻപുട്ടും ഉണ്ട് ഔട്ട്പുട്ടും ഉള്ള ഒരു ട്രെയിനിങ് ഡേറ്റയാണ് നമ്മൾ കൊടുത്തത് അല്ലെ. അവിടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഔട്ട്പുട്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു അൽഗോരിതം വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു പ്രീ പ്രോസസിംഗ് നടന്നിട്ടുണ്ട്, അവിടെ ഒരു സൂപ്പർവൈസർ ഉണ്ടായിരുന്നു, ഒരു ട്രെയിനിങ് ഡേറ്റ സെറ്റ് ഉണ്ടായിരുന്നു, ഒരു ഡിസൈർഡ് ഔട്ട്പുട്ട് ഉണ്ടായിരുന്നു. The mapping of the input data to the output data is objective of the supervised learning. അതായത് സൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് തന്നെ ഇതാണ്. ഇൻപുട്ട് ഡേറ്റയെ എന്തിലേക്ക് മാപ്പ് ചെയ്യുക? ഔട്ട്പുട്ട് ഡേറ്റയിലേക്ക് മാപ്പ് ചെയ്യുക. സ്പാം ഫിൽറ്ററിംഗ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. ഇപ്പൊ നമുക്ക് സ്പാം ഫിൽറ്ററിംഗ് എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് ചില ഇമോജീസ് ഒക്കെ വെച്ച് സ്പാം ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റും. അതുപോലത്തെ ഉള്ള സംഭവങ്ങൾ ഇപ്പൊ സ്പാം ഫിൽറ്ററിംഗ് ആണ് എന്തിന് എക്സാമ്പിൾ? സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. സൂപ്പർവൈസ്ഡ് ലേണിംഗ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഫർദർ ഇൻ 2 കാറ്റഗറീസ് ഓഫ് അൽഗോരിതംസ് ആണ്, ക്ലാസിഫിക്കേഷൻ പിന്നെ ഒന്ന് റിഗ്രഷൻ. അപ്പൊ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ ടീച്ചേഴ്സ് എ മെഷീൻ ടു സോർട്ട് തിങ്സ് ഇൻ ടു കാറ്റഗറീസ്. കാറ്റഗറീസ് ആയിട്ട് എന്ത് മെഷീന് സോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് തിങ്സിനെ. ഇറ്റ് ലേൺസ് ബൈ ലുക്കിംഗ് അറ്റ് എക്സാമ്പിൾസ്. ഏതൊക്കെയാണ്? ഇമെയിൽ മാർക്ക്ഡ് സ്പാം ഓർ നോട്ട് സ്പാം. ചില ഇമെയിൽസിലുള്ള ചില ഇമോജീസും ചില എക്സ്റ്റൻഷൻസും ഒക്കെ വെച്ച് നമുക്ക് എന്ത് മനസ്സിലാവും? സ്പാം ആണോ അല്ലയോ എന്ന് മനസ്സിലാവാൻ പറ്റും. അതാണ് ക്ലാസിഫിക്കേഷൻ എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നത്. Classification assigns items in a collection to a target categories or classes. There are different types of classification problems depending on how many categories or classes. There are 2 main classification types in machine learning: binary classification and multi-class classification. In binary classification, the goal is to sort the data into 2 distinct categories. അവിടെ വരുന്നത് എന്താണ്? 2 distinct categories ആണ് ബൈനറിയിൽ വരുന്നത്. ഇപ്പം എന്താണ് മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് 2 categories, data is to be stored into more than 2 categories. എന്താണ്? മോർ ദാൻ 2 categories ആണ് വരുന്നത്. അപ്പം മോർ ദാൻ 2 കാറ്റഗറീസ് വരെയാണെങ്കിൽ മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ ഇമേജ് റെക്കഗ്നിഷൻ സിസ്റ്റം ദാറ്റ് സോർട്ട്സ് പിക്ചർ ഓഫ് ആനിമൽസ് ഇൻ 2 കാറ്റഗറീസ്. ലൈക്ക് കുറെ ആനിമൽസിന്റെ ഫോട്ടോ വന്നിട്ട് അതിൽ നിന്ന് നമ്മൾ കാറ്റിനെ എടുക്കുന്നു, ബേർഡിനെ എടുക്കുന്നു, ഡോഗിനെ എടുക്കുന്നു. ഇതെന്താണ്? ഒരു ഇമേജ് റെക്കഗ്നിഷൻ ആണ് അവിടെ നടക്കുന്നത്. അവിടെ അതെന്താണ്? ഒരു മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ ആണ്. അല്ല, ഇവിടെ ഒരു ബൈനറി വന്നിട്ടുണ്ട്, കാരണം 2 എണ്ണേ ഉള്ളൂ. ഒന്ന് പിന്നെന്താണ് 2. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ട്രയാങ്കിൾ ഉണ്ട്, ഇതുണ്ട്, പിന്നെന്താണ് സർക്കിൾ ഉണ്ട്. അപ്പം 3 എണ്ണം തന്നിട്ടുണ്ട്. അത് മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ ആയി. അപ്പം there are several machine learning algorithm for classification. അപ്പൊ മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിന് ലേണിംഗിന് കുറച്ച് അൽഗോരിതം ഉണ്ട് കേട്ടോ. അതാണ് ലോജിസ്റ്റിക് റിഗ്രഷൻ, naive Bayes algorithm, KNN algorithm, decision tree algorithm, support vector machine algorithm, random forest algorithm. ഇത് ഇത്ര ഓർത്ത് വെച്ചേക്കാം, വേണമെങ്കിൽ നമുക്ക് എഴുതാം, അത്ര ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു, ഇനി റിഗ്രഷൻ ആണ്. Regression in machine learning refers to a supervised learning technique where the goal is to predict a continuous numerical value based on one or more independent features. മറ്റേത് നമ്മൾ പറഞ്ഞു കാറ്റഗറീസ് ആയിട്ട് തിരിക്കുക, അല്ലെ എസ് ഓർ നോ ടൈപ്പ് ആയിരിക്കും നമുക്ക് അവിടെ ആൻസർ ആയിട്ട് കിട്ടുക. അതാണ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഇപ്പൊ റിഗ്രഷനിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ന്യൂമറിക്കൽ വാല്യൂസ് ആയിരിക്കും, കണ്ടിന്യൂസ് ന്യൂമറിക്കൽ വാല്യൂസ് ആയിരിക്കും പ്രഡിക്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം അവിടെ ഒരു ഇൻഡിപെൻഡന്റ് ഫീച്ചറും കാണും, ഒരു ഡിപെൻഡന്റ് ഫീച്ചറും കാണും. അത് ഇൻഡിപെൻഡന്റ് വേരിയബിളും കാണും, ഡിപെൻഡന്റ് വേരിയബിൾ. ഇറ്റ് ഫൈൻഡ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് സോ ദാറ്റ് predictions can be made.
We have two types of variables present in regression. Dependent variable target the variable we are trying to predict, example house price. Independent variable feature the input variable that influence the prediction, example locality or number of rooms. അപ്പൊ നമുക്ക് ഒരു വീടിന്റെ പ്രൈസ് ആണ് എക്സ് ആണ് വീടിന്റെ പ്രൈസ് എങ്കിൽ ഗസ് ചെയ്യേണ്ടത്, അതാണ് നമ്മുടെ ഡിപെൻഡന്റ് വേരിയബിൾ. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വേരിയബിൾ എന്തായിരിക്കും? നമ്പർ ഓഫ് റൂംസും അതുപോലെ തന്നെ ലൊക്കാലിറ്റി, അതാണ് നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പൊ എക്സാമ്പിൾ ഹൗസ് പ്രൈസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആയിട്ടുള്ള ആ വീടിന്റെ മുറികളുടെ എണ്ണവും അതുപോലെ ആ സ്ഥലവും ഒക്കെ അല്ലേ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. നമ്മുടെ കണ്ടിന്യൂസ് ന്യൂമറിക്കൽ വാല്യൂസ്, ഇതിന്റെ എന്താണ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് എന്തെന്ന് പറയുന്നത് ഏജ്, ഡിസ്റ്റൻസ്, വെയിറ്റ് എന്ന് പറയുന്നത്. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് പ്രൈസ്. അപ്പൊ സപ്പോസ് വി റിക്വയർഡ് ടു എസ്റ്റിമേറ്റ് ദ പ്രൈസ് ഓഫ് എ കാർ ഏജ് 25 years with distance 53240 kilometer and weight 1200 pounds. For example, if the input variable are age, distance and weight and the output variable is price, the model may be y equal to f of x comma theta. അപ്പൊ അല്ലേ നമ്മുടെ y എന്ന് പറയുന്ന പ്രൈസ് ആണ്, f of x comma theta ആണ് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുന്നത്. പ്രൈസിനെ നമുക്ക് a0 plus a1 into age plus a2 into distance plus a3 into weight, where x എന്ന് പറയുന്നത് ഏജും ഡിസ്റ്റൻസും വെയിറ്റും ഡിനോട്ട് ചെയ്യുന്നു. denote set of input variables, and theta എന്ന് പറയുന്നതാണ് a0, a1, a2, a3 denotes the set of parameters of the model. മോഡൽസിന്റെ പാരാമീറ്റർ ആണ് ആ തീറ്റയിൽ കൊടുത്തിരിക്കുന്നത് a1, a2, a3 എന്ന് പറയുന്നത്. മറ്റേത് ഇൻപുട്ട് വേരിയബിൾസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഫീച്ചേഴ്സ് അല്ല ഏജ്, ഡിസ്റ്റൻസ്, വെയിറ്റ്. Regression versus classification. Both regression and classification are supervised learning problems where there is an input x and output y, and the task is to learn mapping from input to output. Output y is a number in regression, a class code in the കേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അപ്പം റിഗ്രഷനിൽ ഒരു നമ്പർ ആണ്, ക്ലാസിഫിക്കേഷനിൽ ഔട്ട്പുട്ട് y എന്ന് പറയുന്ന ഒരു ക്ലാസ് കോഡ് ആയിരിക്കും. അതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗും അതുപോലെ തന്നെ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗും ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കുള്ളത് മെഷീൻ ലേണിംഗ് പൈപ്പ് ലൈൻ ആണ്. പിന്നീട് വരുന്നത് നമ്മുടെ ടൈപ്പ് സെറ്റ്സ് ഉണ്ട്, അതായത് വാലിഡേഷൻ സെറ്റ്, ടെസ്റ്റിംഗ് സെറ്റ്, ട്രെയിനിങ് സെറ്റ് ഉണ്ട്. പിന്നെ ഗ്രേഡിയന്റ് ഡീസന്റ് അൽഗോരിതം ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ പാർട്ട് ഫിനിഷ് ആവും. മൊഡ്യൂൾ 1ന്റെ ഫസ്റ്റ് പാർട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റും, അതായത് നമ്മുടെ ML. അപ്പൊ സൂപ്പർവൈസ്ഡ് ലേണിംഗ് വരെ പഠിക്കാം. താങ്ക് യു.